ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർത്തിട്ടതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6-7 ഏലക്ക, അതൊക്കെ ഓരോ ടേസ്റ്റ് അനുസരിച്ച് ഇടാവുന്നതാണ്. ഒരു പിടി ചോറ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ശർക്കര പാനി അരിച്ചെടുത്തതാണ്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് ചെറിയൊരു തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ കുറേ ഇങ്ങനെ തരി വേണ്ട. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരിയൊക്കെ മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുത്തുള്ളത്. പിന്നെ ഒരു 8-9 പഴം, ചെറുപഴം എടുത്തിട്ടുണ്ട്. അതും കൂടി ആ ഒരു മിക്സിനെ ജാറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചൊഴിക്കുക. ഇനിയിപ്പോൾ മിക്സിങ്ങാണ്. ഇനിയിപ്പോൾ അരിയും പഴമൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കണം ആവശ്യത്തിന്. ഒരു നുള്ളു ഉപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് എൻ്റെ അടുത്ത് വീഡിയോ മിക്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴവും അരിയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ, ആ ഒരളവിൽ അത് പാകമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ ആ കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കുറച്ച് ആ ശർക്കര പാനി വയ്ക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ ചിലർ മൈദ ചേർക്കാറില്ല, പക്ഷെ നമ്മളിവിടെ മൈദ ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. നല്ല ഉണ്ണിയപ്പമാണ്, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരിക്കും കേട്ടോ. പിന്നെ സോഡപ്പൊടിയോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നന്നായി മൂപ്പിച്ചിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും. അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഉണ്ണിയപ്പം നമ്മൾ ചുട്ടെടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പുറമേ നല്ല മൊരിഞ്ഞ ഉള്ളിൽ നല്ല സോഫ്റ്റായ അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.